അമേരിക്കയ്ക്കെതിരായ പ്രതിരോധ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇറാൻ. കഴിഞ്ഞ 2 ദിവസമായി അമേരിക്കൻ സേനയുടെ ഭാഗത്തു നിന്നും പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കുന്നതെന്ന് ഇറാൻ സൈനിക വക്താവ് മുഹമ്മദ് ഖാമിനിയ അറിയിച്ചു. എന്നാൽ US ഇനിയും ചൊറിയാൻ വന്നാൽ വൻ തിരിച്ചടി നൽകുമെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇറാനെതിരെ വൻ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി ദിവസങ്ങൾക്കുള്ളിലാണ് ഈ അപ്രതീക്ഷിത നാടകീയ നീക്കങ്ങൾ. കഴിഞ്ഞ 13 ദിവസമായി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രതിദിനം ബോംബ് വർഷിക്കാൻ ട്രംപ് അനുമതി നൽകിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച നടത്താനിരുന്ന വൻ ആക്രമണ പദ്ധതിയിൽ നിന്നും ട്രംപ് അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന കടുത്ത സമ്മർദ്ദമുയർന്നതാണ് ട്രംപിനെ പിന്നോട്ട് വലിച്ചതെന്നാണ് സൂചന. ഇത് താൽക്കാലിക വെടിനിർത്തലാണോ അതോ അമേരിക്കയുടെ വിദേശ നയത്തിൽ വന്ന വൻ മാറ്റമാണോ എന്ന് വ്യക്തമല്ല. വലിയൊരു യുദ്ധത്തിലേക്ക് മേഖലയെ തള്ളിവിടാതെ നയതന്ത്ര ചർച്ചകൾക്ക് ഒരു അവസരം കൂടി നൽകാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. വേണമെങ്കിൽ ഞങ്ങൾക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കാം, അവരുടെ കൈവശമുള്ളതെല്ലാം തച്ചുടയ്ക്കാം, പക്ഷേ ഇറാനുമായി ഒരു ധാരണയിലെത്തുന്നതാണ് ബുദ്ധിപരമായ തന്ത്രം. പശ്ചിമേഷ്യൻ ചരക്ക് നീക്കത്തിന്റെ നാഡിയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒമാൻ പ്രതിനിധി സംഘം ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. ഒമാനും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചകൾ ശുഭകരമായി പുരോഗമിക്കുകയാണ് എന്നും ഈ വാരാന്ത്യത്തോടെ ഒമാൻ ഇറാൻ കരാർ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ ചർച്ചകളുടെ ആകെത്തുക വിലയിരുത്തിയ ശേഷമായിരിക്കും കരാർ അംഗീകരിക്കണമോ എന്നതിൽ ട്രംപ് അന്തിമ തീരുമാനം എടുക്കുക. അതിനിടെ ഇറാനുമായുള്ള യുദ്ധം കൂടുതൽ തീവ്രമാകുന്നതിനെക്കുറിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനും ജനറൽ ഡാൻ കെയ്നും ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും സൈനിക നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് ഇവർ ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് US പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിയിരിക്കുന്നതെന്നാണ് വിവരം. ഏകദേശം 2 ആഴ്ചയോളം നീണ്ടുനിന്ന തുടർച്ചയായ ബോംബാക്രമണങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച രാത്രിയോടെ US ആക്രമണങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. സൈനിക നടപടികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണെന്ന് പ്രതിരോധ വകുപ്പ് വൃത്തങ്ങൾ ശനിയാഴ്ച അറിയിച്ചിരുന്നു. US പക്കലുള്ള വെടിക്കോപ്പുകളുടെ ശേഖരത്തെക്കുറിച്ചും യുദ്ധം വഷളാവാൻ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി സംജാതമായാൽ അതിൻ്റെ ദോഷകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ജനറൽ കെയ്ൻ ട്രംപിനോട് പ്രത്യേകം സംസാരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലഭ്യമായ സൈനിക മാർഗങ്ങൾ ഉപയോഗിച്ച് വിജയം കൈവരിക്കാൻ സൈന്യത്തിന് സാധിക്കുമെങ്കിലും അതിൻ്റെ അനന്തരഫലങ്ങൾ ഗൗരവമായിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെടിക്കോപ്പുകളുടെ കുറവിനെക്കുറിച്ചുള്ള ആശങ്കയാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഈ ആശങ്കകളാണോ അതോ മറ്റ് കാരണങ്ങളാണോ തുടർച്ചയായ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ US പ്രേരിപ്പിച്ചത് എന്ന് നിലവിൽ വ്യക്തമല്ല. പ്രസിഡന്റ് ട്രംപ് എപ്പോഴും നയതന്ത്രപരമായ പരിഹാരത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും വ്യക്തമാക്കാറുണ്ട്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലോ സഖ്യകക്ഷികൾക്കെതിരെയോ ഇറാൻ ഭീകരപ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ എല്ലാ സൈനിക നടപടികളും സ്വീകരിക്കാനുള്ള അധികാരം അദ്ദേഹം നിലനിർത്തും.